ട്രംപ് ആണോ ഭരണത്തിൽ വന്നിരിക്കുന്നത്? ട്രംപിന് എല്ലാവരും ഈക്വൽസ് എന്ന ഒരു വചനമോ വാക്യമോ ചിന്തയോ ഒന്നുമില്ല. അമേരിക്ക ഫസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയാണ് ഹയസ്റ്റ് GDP ഉള്ള രാജ്യം എന്ന്. ആ തലക്കനം എപ്പോഴും അമേരിക്കയുടെ കയ്യിലുണ്ട്. ട്രംപ് അപ്പോഴൊന്നും ഓർക്കുന്നില്ല നമ്മുടെ ഒന്നാന്തരം പ്രൊഫഷണൽസിന്റെ ഒക്കെ ഇന്റലിജൻസ് കൊടുക്കുന്നത് മുഴുവനും, ടാപ്പ് ചെയ്യുന്നത് മുഴുവനും അമേരിക്കൻ ഇക്കോണമിയാ, സിലിക്കൺ വാലിയും മറ്റതുപോലെയുള്ള സാങ്കേതിക കേന്ദ്രങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അതുപോലെ ചൈനയുടെയും മറ്റെല്ലാ രാജ്യങ്ങളുടെയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടേതായിരിക്കും. അത് ഇന്ത്യയുടെ കുറ്റമാണ്, അമേരിക്കയുടെ കുറ്റമെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഉദാഹരണത്തിന് ചൈനയെ എടുത്തോളൂ. ചൈനയിൽ നിന്ന് സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ അമേരിക്കയിൽ തൊഴിൽ ചെയ്യുന്നു. പക്ഷേ ആ തൊഴിൽ ചെയ്യുന്നവരൊക്കെ അതേ സാങ്കേതിക വിദ്യ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ, അതായത് അമേരിക്ക മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ എങ്ങനെയാണോ അവർക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ വേണ്ടി അപ്ഗ്രേഡ് ചെയ്ത് ഓരോ നിമിഷവും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന സ്ഥിതിയിലാണ് അമേരിക്കയിൽ നിന്ന് ചൈന അതൊക്കെ മോഷ്ടിച്ചായിരിക്കത്തില്ല, അത് അവരുടെ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നു. ആ തൊഴിലാളികൾ തന്നെ, ആ ടെക്നീഷ്യൻസ് തന്നെ വളരുന്ന ടെക്നോളജി അതുപോലെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുള്ള അവസരം ചൈന ഒരുക്കി കൊടുക്കുന്നു. അതായത് ആ അമേരിക്കയിൽ ഉണ്ടാകുന്ന ആ ടെക്നോളജി അതുപോലെ ഊറ്റിയെടുത്ത് ചൈനയെ വികസിപ്പിക്കുക എന്ന തന്ത്രമാണ് ചൈന ഫോളോ ചെയ്യാറുള്ളത്. മറിച്ച് ഇന്ത്യ ആണെങ്കിലോ, ഇന്ത്യയിലെ മിടുക്കർ എവിടെയോ പോയി ജോലി ചെയ്തോട്ടെ. നോക്കൂ, നമുക്ക് നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളത്, ഫിസിക്സിനുള്ളത് ഒക്കെ നമ്മുടെ സയന്റിസ്റ്റുകൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. പക്ഷെ ആ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സയന്റിസ്റ്റുകളുടെ ഒക്കെ ബ്രെയിൻ എങ്കിൽ ആ ബ്രെയിൻ ഡ്രെയിൻ ചെയ്തു പോകാതെ ഇന്ത്യക്ക് എടുക്കാം എന്ന് വിചാരിച്ച് അവരർഹിക്കുന്ന വാല്യൂ കൊടുത്ത്, മൂല്യം കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇവിടെ കൂടി ഉപയോഗപ്പെടുത്താൻ പോലും നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കാറില്ല. കേരള ഗവൺമെന്റ് ശ്രമിക്കാറില്ല, അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കാറില്ല. അവര് ചൈനയെ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്ക ഫസ്റ്റ് എന്ന സ്ട്രാറ്റജിയാണ് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ ട്രംപ് കാർഡായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുക, അമേരിക്ക ഫസ്റ്റ് എന്ന സ്ട്രാറ്റജി. അപ്പോൾ ഈ ചൈന ഇങ്ങനെ ടെക്നോളജി ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നതും ചൈനയ്ക്ക് ലോകത്തെ ഒന്നാമത്തെ ടെക്നോളജിയായി മാറണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളതും ട്രംപിനും അമേരിക്കൻസിനും ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ എന്താണ് ചെയ്യുക? ചൈന എന്താ ചെയ്യുക? ട്രംപ് ആദ്യം ചെയ്യുക, ചൈനയിൽ നിന്ന്, അതുപോലെ ചൈന ത്രോ എവേ പ്രൈസിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അമേരിക്കൻ വിപണി പിടിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ലോക വിപണി മുഴുവൻ പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ട്രംപ് ആദ്യ ഭരണത്തിൽ വന്നപ്പോഴും ഇനിയും ചെയ്യാൻ പോകുന്നത്, നാം ഊഹിക്കുന്നത്, ഒരു 40 മുതൽ 60% വരെ തീരുവ, അതായത് അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളിൽ അമേരിക്ക 40% മുതൽ 60% വരെ തീരുവ ഏർപ്പെടുത്തും. അതായത് അവരെ ഡിസ്കറേജ് ചെയ്യാൻ, ഉയർന്ന വിലയ്ക്ക് വളരെ ഉയർന്ന തീരുവ കൊടുത്താൽ, താരിഫ് കൊടുത്താൽ മാത്രമേ അമേരിക്കൻ വിപണിയിൽ വിൽക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉയർത്തുക. അങ്ങനെ ചൈനയെ പതുക്കെ കടിഞ്ഞാണിടുക. അതാണ് ഒന്നാമത്തെ തന്ത്രം. പിന്നെ രണ്ടാമത്, ഇതുപോലെ തന്നെ എന്നാക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങ് വന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കുകയോ? ഇല്ല. ഇന്ത്യ ഒരു കാരണവശാൽ ഇന്ത്യയുടെ ബ്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഊറ്റിക്കൊണ്ടുവരണമെന്ന് മനസ്സിലാഗ്രഹം കാണുമേ, പക്ഷെ അതിനുള്ള സ്ട്രാറ്റജി ഒന്നും ഇന്ത്യ ഇതുവരെ പ്രയോജനപ്പെടുത്തി നാം ആരും കണ്ടിട്ടില്ല. അപ്പം അമേരിക്ക എന്താണ് ഇന്ത്യയോട് ചെയ്യാൻ പോകുന്നത്? ഒരു 20% ഇപ്പൊ നമ്മള് ധാരാളം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക്, അതായത് നമ്മളുടെ എക്സ്പോർട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ബയർ, ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒന്നാമത്തെ ബയറാണ് അമേരിക്ക. എന്ന് വെച്ചാൽ നമ്മൾ ധാരാളമായിട്ട്, അതായത് ജെംസ് ആൻഡ് ജ്വല്ലറി, മറ്റതുപോലെയുള്ള ചെരുപ്പ്, ടെക്സ്റ്റൈൽസ്, അതായത് തുകൽ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, അങ്ങനെ നിരവധി തര ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അയക്കുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ ഒരു 20% നികുതി ചാർത്തുക. അങ്ങനെ 20% നികുതി ചാർത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ മാർക്കറ്റ് പിടിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് ഇതവിടെ വിൽക്കാനൊക്കുള്ളൂ. കാരണം നമ്മൾ വിൽക്കുന്ന വിലയുടെ കൂടെയാണ് ഈ പറയപ്പെട്ട ഇറക്കുമതി ചുങ്കം കൂടി ചേരുക. അങ്ങനെയായിരിക്കും വില അവിടെ നിശ്ചയിക്കപ്പെടുക.
അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചീപ്പ് ഏറ്റവും വില കുറച്ച് വിറ്റാൽ മാത്രമേ നമുക്ക് അമേരിക്കൻ വിപണിയിൽ പഴയതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചും ചെയ്യുമേ. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അമേരിക്കയിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അതിലെ ഒരു ഉൽപ്പന്നത്തിന്റെ പേര് ഞാൻ പറയാം. നിങ്ങളിൽ പലരും ആൺമക്കളുള്ള പല മാതാപിതാക്കളും ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. ഹാർലി ഡേവിഡ്സൺ. 12 ലക്ഷം രൂപയോ അതിലധികമോ ആയിരുന്നു അതിന്റെ വില. അപ്പോ അത് ഇറക്കുമതി ചെയ്യുന്നതിൽ കുറച്ച് ചുങ്കം ഏർപ്പെടുത്തി അന്ന് മോദി സർക്കാർ. ഉടനെ ചുങ്കരാജാവ്, ടാരിഫ് കിങ് എന്നാണ് ഇന്ത്യക്ക് ട്രംപ് ചാർത്തി തന്ന മുദ്ര. അപ്പം ട്രംപിന് ഇഷ്ടം പോലെ ചുങ്കം ചാർത്താം. പക്ഷേ ഇന്ത്യയോ മറ്റു രാജ്യങ്ങളോ ചുങ്കം ചാർത്തുന്നത് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അത് അദ്ദേഹം ടോളറേറ്റ് ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ എങ്കിലും നരേന്ദ്രമോദിയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഹാർലി ഡേവിഡ്സൺ ഇങ്ങോട്ട് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നിന്നുപോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം 12 ലക്ഷമുള്ള വില കൊടുത്ത് ബൈക്ക് വാങ്ങുന്ന, അതായത് നല്ല ഒരു ലക്ഷറി കാർ വാങ്ങുന്ന വില കൊടുത്ത് ഒരു ബൈക്ക് വാങ്ങുന്നത് ആന മണ്ടന്മാരായിരിക്കുമല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ റോഡുകളൊന്നും ഇത്തരം ബൈക്ക് ഓടിച്ച് പോകത്തക്ക രീതിയിലുള്ള റോഡുകളല്ല. ചിലപ്പോൾ തലയില്ലാതെയോ നഷ്ടപ്പെട്ട ഉടലുമായിട്ടോ ഒക്കെ തിരിച്ചെത്തേണ്ടി വരും വീട്ടില്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയുള്ളത് കാരണം കൊണ്ടാകാം അതിന്റെ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് കുറഞ്ഞു അഥവാ നിന്നു എന്നാണ് എൻ്റെ തോന്നല്. എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ അതുപോലെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ട്രേഡ് തന്ത്രങ്ങളിൽ ചിലത് മാത്രമാണ്. ഇനിയും നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുണ്ട്. അപ്പം ഇസ്രായേലിന് ട്രംപിന്റെ വിജയം, അതായത് ബൈഡൻ ഇസ്രായേലിന്റെ സുഹൃത്ത് തന്നെയായിരുന്നു എങ്കിൽ പോലും അത് ട്രംപിനോളം വരില്ല. അപ്പൊ ഉപ്പിനോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് പോലെ ട്രംപിനോളം വരില്ല ആ സൗഹൃദം. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ വെസ്റ്റ് ഏഷ്യ കൂടുതൽ കലുഷിതമാകുമോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ വെസ്റ്റ് ഏഷ്യ അങ്ങനെ കലുഷിതമാക്കാനും ഈ കോർപ്പറേറ്റ് ഭീമനായ ട്രംപ് ആഗ്രഹിക്കുകയില്ല. കാരണം വെസ്റ്റ് ഏഷ്യ കലുഷിതമായാൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ എതിർകക്ഷിയിലേക്ക് പോകുന്നതിന് തുല്യമാകും. അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ധനം, ക്രൂഡ് ഓയിൽ, അതിൽ തട്ടി പല ബന്ധങ്ങളും തകരാനിടയുണ്ട്, ഉരസലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തിന് റഷ്യയുമായി, അതായത് വ്ളാഡിമിർ പുതിനുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ് ട്രംപ്. ബൈഡൻ ആണെങ്കിൽ അങ്ങനെ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആഗോള തലത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ തന്നെയും ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ നാം പ്രതീക്ഷിക്കണം. അത് പക്ഷെ പോസിറ്റീവായിട്ട് തന്നെ പോകും എന്ന് നമുക്ക് വ്യാമോഹിക്കാം. കാരണം നെഗറ്റീവായിട്ട് പോയാൽ വ്ളാഡിമിർ പുടിനും അമേരിക്കയ്ക്കും ഒക്കെ തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നതിന് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് ഇനി അതുപോലെ വേറെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീവ്ര ദേശീയ നിലപാടുള്ള ആളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ, അതായത് ഇമ്പോർട്ട് താരിഫുകൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ട്രംപിന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിന് കൂടുതൽ തീരുവ ഏർപ്പെടുത്തും. മറ്റു രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോൾ തീരുവ ഏർപ്പെടുത്തുന്നത് ഒട്ടും സന്തോഷമുള്ള ആളല്ല ട്രംപ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയെ ടാരിഫ് കിങ് എന്ന് ഒരിക്കൽ വിശേഷിപ്പിക്കേണ്ടി വന്നത്. തീവ്ര ദേശീയതയും യാഥാസ്ഥിതിക ബോധവുമുള്ള ഒരാളാണ് ട്രംപ്. അത് തന്നെ അദ്ദേഹം ഭ്രൂണഹത്യ തടയും. അദ്ദേഹം ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെ അമേരിക്കയിലെ ഭ്രൂണഹത്യ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല, നിരുത്സാഹപ്പെടുത്തിയിരുന്നു. മറിച്ച് കമല ഹാരിസ് തന്നെ ഭ്രൂണഹത്യ അനുവദിക്കും എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഞാൻ അക്കാര്യത്തിൽ ട്രംപിന്റെ ഭാഗത്താണ് കേട്ടോ. ഭ്രൂണത്തിന് പറയാറായിട്ടില്ല. എനിക്കും വളരാനും മനുഷ്യനായി ജീവിക്കാനും ജനിക്കാനും ജീവിക്കാനും അവകാശമുണ്ടെന്ന്. പക്ഷേ നാം മനുഷ്യർ മനസ്സിലാക്കണം, ഒരു ഭ്രൂണത്തെ സൃഷ്ടിക്കാൻ ഹേതുവായവർ മനസ്സിലാക്കണം, ഭ്രൂണത്തിനും അവകാശങ്ങളുണ്ടെന്ന്. അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ജീവികൾക്കുമുള്ള അവകാശം പോലെ തന്നെയാണ് മനുഷ്യ കർമ്മത്തിന്റെ ഫലമായി ഉരുത്തിരിയുന്ന ഒരു ഭ്രൂണത്തിനും ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം. അപ്പൊ ആ അവകാശം നിഷേധിക്കില്ല എന്ന് ട്രംപ് പറയുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കയ്യടി കൊടുക്കുകയുള്ളൂ.
അദ്ദേഹം കമല ഹാരിസിനേക്കാൾ മോശമാണെന്ന് ഒരു കാരണവശാലും ഞാൻ പറയുകയില്ല. ആ ഭ്രൂണത്തിന് ജനിക്കാനും ജീവിക്കാനും അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഭ്രൂണത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യർ ഏർപ്പെടാൻ എന്നുള്ളതാണ് വളരെ കരണീയമായിട്ടുള്ള കാര്യം അവിടെ. ഇനി അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അദ്ദേഹത്തിൻ്റെ ഈ കടുത്ത യാഥാസ്ഥിതികത്വം എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ചില ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ അദ്ദേഹത്തിന് ഈ മൈഗ്രേഷൻ്റെ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, അമേരിക്ക എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പൈസ കൊടുത്ത് പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു രാജ്യമെന്ന സ്തുത്യർഹമായ ഒരു പൊസിഷനുണ്ട്. GRE പോലെ ഉള്ള പരീക്ഷകൾ എഴുതി മിടുക്കർക്ക് മാത്രം പഠിക്കാൻ കടന്നു ചെല്ലാവുന്ന, പക്ഷെ അത് നേരെ ചെല്ലുന്നത്, അല്ലാതെ അനധികൃത കുടിയേറ്റം വലിയ തോതിൽ നടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ അനധികൃത കുടിയേറ്റത്തിന്റെ വേററുക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ട്രംപ് സ്വീകരിക്കുക. അതിന് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പഠിക്കണോ, എഫിഷ്യൻ്റ് ആണോ, നിങ്ങൾ വന്ന് പഠിച്ചോളൂ, GRE എഴുതി ഒക്കെ വന്ന് പഠിച്ചോളൂ. അതല്ലേ വരാൻ പാടില്ല. അനധികൃത കുടിയേറ്റത്തെ തടയുന്നത് ഏതൊരു രാഷ്ട്രതന്ത്രജ്ഞനും കൃത്യമായി നിർവഹിക്കേണ്ട ദൗത്യമാണ്. അത് അദ്ദേഹം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരു തരത്തിലും കഴിയുകയില്ല.